നമസ്കാരം. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഘടകപദം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ LDC +2 അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനുള്ള മലയാളം ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സുകൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. ഇവിടെ മലയാളം എന്ന് കാണാം. നിങ്ങൾക്ക് എല്ലാ മലയാളം ക്ലാസ്സസും സിലബസ് അനുസരിച്ചുള്ള എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, മാത്സ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാൻ നോട്ട്സ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ SCERT ചാപ്റ്റേഴ്സ്, സ്റ്റഡി പ്ലാൻ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമാസം എന്ന ടോപ്പിക്കായിരുന്നു. ഘടകപദങ്ങളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സമാസത്തെക്കുറിച്ചാണ്. അപ്പോൾ സമാസത്തെ അവയുടെ പൂർവോത്തര പദങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് 4ആയി തിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ബഹുവ്രീഹി സമാസം, തൽപുരുഷ സമാസം, ദ്വന്ദ്വ സമാസം, കർമ്മധാരായൻ സമാസം. അതിൽ ബഹുവ്രീഹി, ദ്വന്ദ്വൻ, തൽപുരുഷ സമാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചെടുത്തു. ഇന്ന് നമുക്ക് കർമ്മധാരായൻ സമാസമാണ് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് സമാസം? വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെ രണ്ടോ അതിലധികമോ പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം എന്ന് പഠിച്ചു. എന്താണ് കർമ്മധാരായൻ സമാസം? പൂർവപദം വിശേഷണമായി വരുന്ന സമാസമാണ് കർമ്മധാരായൻ സമാസം. എന്താണ്? പൂർവപദം വിശേഷണമായി വരുന്ന സമാസമാണ് കർമ്മധാരായൻ സമാസം. അതായത് ഒരു സമസ്ത പദത്തിൽ 2 പദങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതിൽ ആദ്യത്തേതിനെ പൂർവപദം എന്നും രണ്ടാമത്തേതിനെ ഉത്തരപദം എന്നുമാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഈ ഉത്തരപദത്തെ വിശേഷിപ്പിക്കാൻ പൂർവപദം, അതായത് ആദ്യത്തെ പദം വിശേഷണമായി വന്നാൽ അതെന്താണ്? കർമ്മധാരായ സമാസമാണ്. അതുപോലെ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പ്രത്യയം വരുന്ന സമാസം ഏതാണ്? കർമ്മധാരായ സമാസമാണ്. വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പ്രത്യയം കർമ്മധാരായ സമാസത്തിൽ കാണുന്നു. അതുപോലെ പൂർവോത്തര പദങ്ങളിൽ പൂർവപദം ഒരു നിറം വന്നാലും എന്തായിരിക്കും? കർമ്മധാരായ സമാസമായിരിക്കും. പൂർവോത്തര പദങ്ങളിൽ പൂർവപദം, അതായത് ആദ്യത്തെ പദം ഒരു നിറം വന്നാലും അത് കർമ്മധാരായ സമാസമായിരിക്കും. ഉദാഹരണം, നീലാകാശം. നീലാകാശം എന്ന എന്താണ്? ഒരു സമസ്ത പദമാണ്. ഇതിനെ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ എഴുതുക? നീലയായ ആകാശം അല്ലെ. നീലയായ ആകാശമാണ് എന്ത്? നീലാകാശം. ഇതിൽ ആദ്യത്തേത് എന്താണ്? പൂർവപദമാണ്. രണ്ടാമത്തേത്, അതായത് ആകാശം എന്നത് എന്താണ്? ഉത്തരപദമാണ്. നീല എന്നുള്ളത് പൂർവപദവും ആകാശം എന്നുള്ളത് എന്താണ്? ഉത്തരപദവുമാണ്. അതുപോലെ നീല എന്നുള്ളത് എന്താണ്? ഒരു നിറമാണ്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെന്താണ്? കർമ്മധാരായ സമാസമാണ്. അപ്പോൾ ഉത്തരപദത്തെ വിശേഷിപ്പിക്കാൻ പൂർവപദത്തിന്റെ കൂടെ ആയ എന്ന പ്രത്യയം ചേർത്ത് ഉത്തരപദത്തെ അത് വിശേഷിപ്പിക്കുകയാണ് എന്താണ്? കർമ്മധാരായ സമാസമാണ്. ഉത്തരപദത്തെ വിശേഷിപ്പിക്കാൻ പൂർവപദത്തിന്റെ കൂടെ ആയ എന്ന പ്രത്യയം ചേർത്ത് ഇതിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ നീലാകാശം എന്നത് എന്താണ്? നീലയായ ആകാശം എന്നാണ് വിഗ്രഹിച്ച് എഴുതുക. മറ്റു ചില ഉദാഹരണം നമുക്ക് നോക്കാം. ലളിതഗാനം. ലളിതഗാനം എങ്ങനെ വിഗ്രഹിച്ച് എഴുതുക? ലളിതമായ ഗാനം. ലളിതമായ ഗാനമാണ് ലളിതഗാനം എന്നത്. ഇവിടെ എന്താണ്? ആയ എന്ന പ്രത്യയമാണ് വന്നിരിക്കുന്നത്. അടുത്ത പീതാംബരം. പീതാംബരം എന്നത് വിഗ്രഹിക്കുമ്പോൾ പീതമായ അമ്പരം. പീതമായ അമ്പരമാണ് എന്ത്? പീതാംബരം. ഇവിടെ പീതം. പീതം എന്ന് വെച്ചാൽ എന്താ? പീതം എന്ന് വെച്ചാൽ ഒരു നിറമാണ്, മഞ്ഞ നിറമാണ്. പീതം മഞ്ഞ നിറമാണ്. ഒരു നിറം വന്നില്ലേ, അപ്പോൾ അത് ഏതിലാ വരിക? കർമ്മധാരായ സമാസത്തിലാണ് വരുന്നത്. അമ്പരം എന്താണ്? അമ്പരം എന്ന് വെച്ചാൽ വസ്ത്രമെന്നും ആകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. പീതാംബരം എന്നാൽ എന്താ? മഞ്ഞപ്പട്ട് എന്നാണ്. അപ്പൊ പീതമായ അമ്പരമാണ് വിഗ്രഹിച്ചെഴുതുന്നത്. പീതാംബരം എന്നതിനെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാ? പീതമായ അമ്പരം. അടുത്തത് നീലമേഘം. നീലമേഘം എങ്ങനെ വിഗ്രഹിക്കും? നീലയായ മേഘം. നീലമേഘം എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ നീലയായ മേഘം. അടുത്ത കറുത്ത പശു. കറുപ്പായ പശു. കറുത്തതായ എന്നല്ല, എന്താണ്? കറുപ്പായ പശു എന്നാണ് വരിക. കറുത്ത പശു, കറുപ്പായ പശു. അടുത്തത് വികൃത രൂപം. വികൃത രൂപം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ?
വികൃതമായ രൂപം, വികൃത രൂപം, വികൃതമായ രൂപം. അടുത്ത മധുര സ്വപ്നം. എന്ത് സ്വപ്നമാണ്? മധുരമായ സ്വപ്നമാണ് അല്ലെ? മധുര സ്വപ്നം, മധുരമായ സ്വപ്നം. അടുത്തത് ഭീമാകാരം. ഭീമാകാരം, ഭീമം എന്ന് വെച്ചാൽ വളരെ വലുത്. അപ്പൊ ഭീമാകാരം എന്നത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ? ഭീമമായ ആകാരമാണ് ഭീമാകാരം. അടുത്തത് ശാശ്വത ലോകം. ശാശ്വത ലോകത്തെ വിഗ്രഹിക്കുമ്പോൾ ശാശ്വതമായ ലോകം. ശാശ്വത ലോകം വിഗ്രഹിച്ചെഴുതുമ്പോൾ ശാശ്വതമായ ലോകം. അപ്പോൾ ഇങ്ങനെ സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പ്രത്യയം ചേർത്ത് വരുന്ന ഏതാണ്? കർമ്മധാരായ സമാസമാണ്. അതുപോലെ നീല, പീതം, കറുപ്പ് ഇതെല്ലാം എന്താണ്? നിറങ്ങളാണ്. അപ്പൊ നിറം വന്നാലും പൂർവപദത്തെ ഒരു നിറം വന്നാലും അതെന്തായിരിക്കും? കർമ്മധാരായ സമാസമായിരിക്കും. അടുത്തത് ദിവ്യശക്തി. ദിവ്യശക്തി എന്നതിനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? ദിവ്യമായ ശക്തി, ദിവ്യശക്തി, ദിവ്യമായ ശക്തി. ഉത്തമാംശം. ഉത്തമാംശം എന്താണ്? ഉത്തമമായ അംശം. ഉത്തമമായ അംശമാണ് ഉത്തമാംശം. രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേക്കും നമുക്ക് കർമ്മധാരായ സമാസം എന്താണ്, ബഹുവ്രീഹി എന്താണ്, ദ്വന്ദ്വൻ എന്താണ് എന്നെല്ലാം പിടികിട്ടും. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. അടുത്തത് മുഖ്യശില്പി. മുഖ്യശില്പി എന്താണ്? മുഖ്യനായ ശില്പി. മുഖ്യമായ അല്ല, മുഖ്യനായ ശില്പിയാണ് ഏത്? മുഖ്യശില്പി. അടുത്ത ഉത്തമവാക്യം. ഉത്തമവാക്യം എങ്ങനെ എഴുതാം? ഉത്തമമായ വാക്യമാണ് ഉത്തമവാക്യം, ഉത്തമമായ വാക്യം. അടുത്തത് വിരുദ്ധ ശക്തി. വിരുദ്ധ ശക്തി വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? വിരുദ്ധമായ ശക്തി. വിരുദ്ധ ശക്തി എന്നതിനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ വിരുദ്ധമായ ശക്തി. അടുത്ത മുഖ്യ ഘടകം. മുഖ്യ ഘടകം വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? മുഖ്യമായ ഘടകം. മുഖ്യ ഘടകം, മുഖ്യമായ ഘടകം. അടുത്തത് ദിവ്യവരം. ദിവ്യവരം, ദിവ്യമായ വരം. ദിവ്യശക്തി, ദിവ്യമായ ശക്തി. ദിവ്യവരം, ദിവ്യമായ വരം. അടുത്തത് ഗൂഢശക്തി. ഗൂഢശക്തി എന്താ? ഗൂഢമായ ശക്തി, ഗൂഢമായ ശക്തി. അടുത്തത് കൊന്നത്തെങ്ങ്. കൊന്നത്തെങ്ങ് വിഗ്രഹിച്ചെഴുതുമ്പോൾ കൊന്നയായ തെങ്ങ്, കൊന്നയായ തെങ്ങ്. അടുത്ത സ്വായത്ത ശക്തി. സ്വായത്ത ശക്തി എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ സ്വായത്തമായ ശക്തി, സ്വായത്തമായ ശക്തി. അടുത്തത് ഉത്തമാംശം. ഉത്തമാംശം, ഉത്തമമായ അംശമാണ് ഉത്തമാംശം. അടുത്തത് ഉത്കടാഠോപം. ഉത്കടാഠോപം എന്താണ്? ഉത്കടമായ ആഢോപം. ഉത്കടാഠോപം, ഉത്കടമായ ആഢോപം. ഇവിടെ എങ്ങനെയാ? ഉത്കടമായ ആഢോപം. രണ്ട് പദങ്ങളാണല്ലേ? രണ്ട് പദങ്ങളാണ്. ഇവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിനെ പിരിക്കുന്നത്. ഉത്കടമായ ആഢോപമാണ് ഇത് ഉത്കടാഠോപം. വികൃത രൂപം. വികൃത രൂപം വിഗ്രഹിക്കുമ്പോൾ വികൃതമായ രൂപം. വികൃത രൂപം വിഗ്രഹിക്കുമ്പോൾ വികൃതമായ രൂപം. അടുത്തത് ധീരപ്രവൃത്തി. ധീരപ്രവൃത്തി വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ? ധീരമായ പ്രവൃത്തി, ധീരപ്രവൃത്തി, ധീരമായ പ്രവൃത്തി. പുണ്യനദി. പുണ്യനദി, പുണ്യമായ നദി. പുണ്യനദി, പുണ്യമായ നദി. അടുത്തത് കുറ്റകൃത്യം. കുറ്റകൃത്യം എങ്ങനെ വരും? കുറ്റകരമായ കൃത്യമാണ് കുറ്റകൃത്യം. കുറ്റകരമായ കൃത്യം, കുറ്റമായല്ല കുറ്റകരമായ കൃത്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കുറ്റകൃത്യം എന്നാണ്, ഇവിടെ കുറ്റകരമായ കൃത്യം. അടുത്ത പെരുമഴ. പെരുമഴ വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? പെരുതായ മഴ, പെരുതായ മഴ. അടുത്ത നവലോകം. നവലോകം വിഗ്രഹിക്കുമ്പോൾ നവമായ ലോകം. നവമായ ലോകമാണ് ഏത്? നവലോകം. അടുത്ത മൃദുല സ്വഭാവം. മൃദുല സ്വഭാവം, മൃദുലമായ സ്വഭാവം. മൃദുലമായ സ്വഭാവം, മൃദുലമായ സ്വഭാവമാണ് മൃദുല സ്വഭാവം. അടുത്തത് സരസകാവ്യം. സരസകാവ്യം വിഗ്രഹിക്കുമ്പോൾ സരസമായ കാവ്യം. സരസകാവ്യം, സരസമായ കാവ്യം. അടുത്ത പ്രേരക ശക്തി. പ്രേരക ശക്തി, പ്രേരകമായ ശക്തി. ദൃഢനിശ്ചയം. ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം. ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം. ദൃഢപ്രതിജ്ഞ എന്താണ്? ദൃഢമായ പ്രതിജ്ഞ. ദൃഢം എന്താണ്? ഉറപ്പുള്ളത് അല്ലേ?
അപ്പൊ ദൃഢനിശ്ചയം, ദൃഢമായ നിശ്ചയം, ദൃഢപ്രതിജ്ഞ, ദൃഢമായ പ്രതിജ്ഞ. അടുത്തത് ഉഗ്രശപഥം. ഉഗ്രശപഥം, ഉഗ്രമായ ശപഥം. സ്വച്ഛന്ത മൃത്യു, വിഗ്രഹിക്കുമ്പോൾ സ്വച്ഛന്തമായ മൃത്യുവാണ്. സ്വച്ഛന്ത മൃത്യു വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ? സ്വച്ഛന്തമായ മൃത്യു. അപ്പോ ഘടകപദങ്ങൾ തന്നിട്ട് അതിന്റെ സമസ്ത പദം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതായത് ചേർത്തെഴുതിയ രൂപം ചോദിച്ചേക്കാം. അല്ലെങ്കിൽ സമസ്ത പദം തന്നിട്ട് എന്ത് ചെയ്യാൻ? അതിനെ ഘടകപദങ്ങളാക്കുക എന്നും ചോദിച്ചേക്കാം. അടുത്തത് മോഹനഗാനം. മോഹനഗാനം വിഗ്രഹിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ? മോഹനമായ ഗാനം. മോഹനമായ ഗാനമാണ് മോഹനഗാനം. തീവ്രവേദന. തീവ്രവേദന തീവ്രമായ വേദനയാണ്. തീവ്രവേദന തീവ്രമായ വേദന. അടുത്തത് ചിരപരിചയം. ചിരപരിചയം ചിരമായ പരിചയം. ചിരമായ പരിചയം. അടുത്ത ഹരിതവനം. ഹരിതവനം വിഗ്രഹിച്ച് എഴുതുമ്പോൾ ഹരിതമായ വനം. ഹരിതമായ വനമാണേത്? ഹരിതവനം. അടുത്തത് തീക്ഷ്ണഭാവങ്ങൾ. തീക്ഷ്ണഭാവങ്ങൾ വിഗ്രഹിച്ചെഴുതുക. തീക്ഷ്ണമായ ഭാവങ്ങൾ. തീക്ഷ്ണമായ ഭാവങ്ങൾ. അടുത്തത് മഹാസന്ദേശം. മഹാസന്ദേശം മഹത്തായ സന്ദേശം. മഹത്തായ സന്ദേശമാണ് മഹാസന്ദേശം. അതുപോലെ മഹച്ചരിതം, മഹത്തായ ചരിതം. അടുത്തത് കുടില സ്വഭാവം. കുടില സ്വഭാവം കുടിലമായ സ്വഭാവമാണ്. കുടില സ്വഭാവം കുടിലമായ സ്വഭാവം. അതുപോലെ ഭദ്രാസനം. ഭദ്രാസനം ഭദ്രമായ ആസനം, അല്ലെ? ഭദ്രമായ ആസനം. അടുത്തത് വിശിഷ്ട വസ്തു. വിശിഷ്ട വസ്തു വിഗ്രഹിച്ച് എഴുതുമ്പോൾ വിശിഷ്ടമായ വസ്തുവാണ്. വിശിഷ്ടമായ വസ്തുവാണ് വിശിഷ്ട വസ്തു. അടുത്ത നവോത്ഥാനം. നവോത്ഥാനം വിഗ്രഹിച്ച് എഴുതുമ്പോൾ നവമായ ഉത്ഥാനം. നവമായ ഉത്ഥാനം. അടുത്ത മൃതശരീരം. മൃതശരീരം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ? മൃതമായ ശരീരം. മൃതമായ ശരീരമാണ് മൃതശരീരം. മഞ്ജുനാഥം. മഞ്ജുവായ നാദം. മഞ്ജുനാഥം മഞ്ജുവായ നാദം. അടുത്തത് മംഗളധ്വനി. മംഗളധ്വനി മംഗളകരമായ ധ്വനിയാണ്. മംഗളധ്വനി മംഗളകരമായ ധ്വനി. അടുത്ത ചലച്ചിത്രം. ചലച്ചിത്രം എങ്ങനെയാ? ചലിക്കുന്നതായ ചിത്രമാണ് ഏത്? ചലച്ചിത്രം. ചലിക്കുന്നതായ ചിത്രം. ചലച്ചിത്രം ചലിക്കുന്നതായ ചിത്രം. അടുത്തത് ഉജ്ജ്വല മുഹൂർത്തം. ഉജ്ജ്വല മുഹൂർത്തം ഉജ്ജ്വലമായ മുഹൂർത്തം. ഉജ്ജ്വലമായ മുഹൂർത്തം. അടുത്തത് നീലത്തുകിൽ. നീലത്തുകിൽ നീലയായ തുകിലാണ്. നീല എന്ന എന്താണ്? നിറമാണല്ലേ? അപ്പൊ നീലത്തുകിൽ നീലയായ തുകിൽ. മൃദുതാളം. മൃദുതാളം മൃദുവായ താളമാണ്. മൃദുവായ താളം. അടുത്തത് ഇഷ്ടനൈവേദ്യം. ഇഷ്ടനൈവേദ്യം ഇഷ്ടമായ നൈവേദ്യമാണ്. ഇഷ്ടമായ നൈവേദ്യമാണ് ഇഷ്ടനൈവേദ്യം. ഖിന്ന സോദരൻ. ഖിന്ന സോദരൻ എന്താണ്? ഖിന്നനായ സോദരൻ. ഖിന്നൻ എന്ന് വെച്ചാൽ എന്താ? ദുഃഖിതൻ. ഖിന്ന സോദരൻ ഖിന്നനായ സോദരൻ. അടുത്തത് കുടിലാകൃതി. കുടിലാകൃതി കുടിലമായ ആകൃതിയാണ് ഏത്? കുടിലാകൃതി. കുടിലമായ ആകൃതി. അടുത്ത നഷ്ടഭാഗ്യങ്ങൾ. നഷ്ടഭാഗ്യങ്ങൾ എന്താണ്? നഷ്ടമായ ഭാഗ്യങ്ങൾ. നഷ്ടഭാഗ്യങ്ങൾ നഷ്ടമായ ഭാഗ്യങ്ങൾ. അടുത്തത് പഴമനസ്. പഴമനസ് പഴയതായ മനസ്സ്. പഴയതായ മനസ്സാണ് പഴമനസ് എന്നത്. മൃതധമനി. മൃതധമനി വിഗ്രഹിക്കുമ്പോൾ മൃതമായ ധമനി. മൃതധമനി വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ? മൃതമായ ധമനി. അടുത്തത് കരാള മൃത്യു. കരാള മൃത്യു കരാളമായ മൃത്യുവാണ്. കരാള മൃത്യു കരാളമായ മൃത്യു. ഭദ്രവിശ്വാസം. ഭദ്രവിശ്വാസം എന്താണ്? ഭദ്രമായ വിശ്വാസമാണ്. ഭദ്രവിശ്വാസം ഭദ്രമായ വിശ്വാസം. അടുത്തത് വ്യർത്ഥവിശ്വാസം. വ്യർത്ഥവിശ്വാസം എന്താണ്? വ്യർത്ഥമായ വിശ്വാസമാണ്, അല്ലെ? വ്യർത്ഥവിശ്വാസം വ്യർത്ഥമായ വിശ്വാസം. സൂക്ഷ്മ സ്വഭാവം. സൂക്ഷ്മ സ്വഭാവം സൂക്ഷ്മമായ സ്വഭാവമാണ്. സൂക്ഷ്മ സ്വഭാവം സൂക്ഷ്മമായ സ്വഭാവം. അടുത്തത് ചെന്നിറം. ചെന്നിറം. ചെന്നിറം എന്താണ്? ചുവപ്പ്, അല്ലെ? അപ്പൊ ചെന്നിറം എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ചെമന്നതായ നിറം. ചെമന്നതായ നിറം എന്നാണ് വരിക. അടുത്ത മിഥ്യാബോധം. മിഥ്യാബോധം മിഥ്യയായ ബോധം. മിഥ്യാബോധം മിഥ്യയായ ബോധം. അടുത്തത് അദൃശ്യശക്തി. അദൃശ്യശക്തി അദൃശ്യമായ ശക്തി. അദൃശ്യമായ ശക്തിയാണ്.
അല്ലെ, ഒരു ശക്തി വരികയാണ്. അതെന്താണ്? അദൃശ്യമായതാണ്, അദൃശ്യമായ ശക്തി. ക്ഷിപ്രസൃഷ്ടി, ക്ഷിപ്രസൃഷ്ടി എന്താണ് ക്ഷിപ്രം? ക്ഷിപ്രം എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്, അല്ലെ, ക്ഷിപ്രം പെട്ടെന്ന് എന്നാണ് അർത്ഥം വരുന്നത്. ക്ഷിപ്രസൃഷ്ടി ക്ഷിപ്രമായ സൃഷ്ടിയാണ്. അടുത്തത് കരിവള്ളി. കരിവള്ളി കരിഞ്ഞതായ വള്ളിയാണ്. വള്ളി എങ്ങനെയുള്ളതാണ്? കരിഞ്ഞതാണ്. അപ്പൊ കരിവള്ളി എന്നാണ് നമ്മൾ പറയാറ്, അല്ലെ. വള്ളി കരിയുമ്പോൾ കരിവള്ളി എന്നാണ് പറയുക. ഉത്തമവാക്യം, ഉത്തമവാക്യം ഉത്തമമായ വാക്യമാണ്. ഉത്തമവാക്യം ഉത്തമമായ വാക്യം. അടുത്തത് പാവനകിരണം. പാവനകിരണം വിഗ്രഹിക്കുമ്പോൾ പാവനമായ കിരണമാണ്. പാവനമായ, അതായത് പരിശുദ്ധമായ കിരണം. പ്രിയമൊഴി പ്രിയമായ മൊഴിയാണ്. പ്രിയമൊഴി എങ്ങനെ വിഗ്രഹിക്കാം? പ്രിയമായ മൊഴിയാണ്. ഓക്കെ. അടുത്തത് അവ്യയീഭാവൻ സമാസം. അവ്യയീഭാവൻ സമാസം എന്താണ്? അവ്യയീഭാവൻ സമാസവും അതുപോലെ ദിഗ്ഗു സമാസവും സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന രണ്ട് സമാസങ്ങളാണ്. അപ്പോൾ തൽപുരുഷ സമാസവും ബഹുവ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, അതുപോലെ കർമ്മധാരായൻ സമാസം, ഇവയാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട 4 സമാസങ്ങൾ. ഇവ കൂടാതെ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന 2 സമാസങ്ങളാണ് അവ്യയീഭാവൻ സമാസം അതുപോലെ ദിഗ്ഗു സമാസം എന്നത്. അപ്പോൾ എന്താണ് അവ്യയീഭാവൻ സമാസം? വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് ഏത്? അവ്യയീഭാവൻ സമാസം. വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവൻ സമാസം. പൂർവപദം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദമാണല്ലേ, ആദ്യത്തെ പദത്തിന് പ്രാധാന്യമുള്ള സമാസം. അതുപോലെ പ്രതി, അനു, യഥ, തഥ എന്നീ പദങ്ങൾ എന്താണ്? അവ്യയങ്ങളാണ്. പ്രതി, അനു, യഥ, തഥ എന്നീ പദങ്ങൾ അവ്യയങ്ങളാണ്. അതായത് ഈ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ ഇവയുടെ അർത്ഥമായിരിക്കും വരിക. അതായത് തോറും, പോലെ, അനുസരിച്ച്, കൂടി എന്നീ പദങ്ങളായിരിക്കും ഇവയ്ക്ക് പകരം വരിക. അപ്പോൾ എന്താണ് അവ്യയീഭാവൻ സമാസം? വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവൻ സമാസം. അതായത് ഒരു സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ 2 പദങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഉത്തരപദത്തിനു പിന്നാലെ ഉത്തരപദം ആദ്യം വരികയും ഉത്തരപദത്തിനു പിന്നാലെ പൂർവപദത്തിന്റെ അർത്ഥം വരികയും ചെയ്യുന്ന സമാസമാണ് ഏത്? അവ്യയീഭാവ സമാസം. നമുക്ക് ഉദാഹരണം നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രതിദിനം, പ്രതിദിനം ഇതിൽ ദിനം തോറും എന്നാണ് വിഗ്രഹിച്ചെഴുതുന്നത്. പ്രതിദിനം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാ? ദിനം തോറും എന്നാണ്. ഇതിൽ ദിനം എന്നത് എന്താണ്? ഉത്തരപദമാണ്. അതിവിടെ വിഗ്രഹിച്ചെഴുതിയപ്പോൾ എന്തായി? ആദ്യം വന്നു, ആദ്യം എടുത്തെഴുതി. പ്രതി എന്നത് എന്തായി മാറി? തോറും എന്ന പദമായി മാറി. പ്രതി എന്നത് തോറും എന്ന പദമായി മാറി. അത് ഉത്തരപദത്തിന്റെ പിന്നാലെയാണ് എടുത്തെഴുതിയത്. അപ്പോൾ ഇങ്ങനെ ഉത്തരപദം ആദ്യം വരികയും വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദം ആദ്യം വരികയും പൂർവപദത്തിന്റെ അർത്ഥം പിന്നാലെ വരികയും ചെയ്യുന്ന സമാസമാണ് ഇത്? അവ്യയീഭാവ സമാസം. അടുത്തത് പ്രതിമാസം. പ്രതിമാസം വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? മാസം തോറും, മാസം തോറും. മാസം എന്നത് എന്താണ്? ഇവിടെ ഉത്തരപദമാണ്. ഉത്തരപദത്തെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എടുത്തെഴുതി. പ്രതി എന്നതിന്റെ അർത്ഥം എന്ത് ചെയ്തു? തോറും. പ്രതിക്ക് പകരം എന്താണ് എഴുതിയത്? തോറും. അത് നമ്മൾ എന്ത് ചെയ്തു? പിന്നാലെ എടുത്തെഴുതി. അടുത്ത പ്രതിപദം. പ്രതിപദം പദം തോറും. പ്രതിപദം പദം തോറും. യഥേഷ്ടം. യഥേഷ്ടം എന്താണ്? എന്താ? ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ. അപ്പോ യഥ എന്ന് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും? പോലെ എന്നുള്ള അർത്ഥമായിരിക്കും വരുന്നത്. ഇഷ്ടം, ഇഷ്ടം എന്നത് നമ്മൾ എന്ത് ചെയ്തു? ഉത്തരപദമാണ്. ഉത്തരപദത്തെ ആദ്യം എടുത്തെഴുതി. യഥ എന്ന പദത്തിനു പകരം പോലെ എന്നുള്ള പദം ഉത്തരപദത്തിനു പിന്നാലെ വന്നു. അടുത്ത യഥാവിധി. യഥാവിധി എന്താണ്? വിധി പോലെ. യഥാവിധി വിധി പോലെ. അടുത്ത യഥാർഹം. യഥാർഹം അർഹത അനുസരിച്ച്. എന്താ വന്നിരിക്കുന്നത്? അർഹത അനുസരിച്ച് എന്നാണ് വന്നിരിക്കുന്നത്. അടുത്ത യഥാവസരം. യഥാവസരം എന്താണ്? അവസരം പോലെ. അവസരം, യഥാവസരം എന്താണ്? അവസരം പോലെ. അടുത്ത യഥോചിതം. യഥോചിതം ഉചിതം പോലെ. യഥോചിതം ഉചിതം പോലെ എന്നാണ് വരുന്നത്. യഥാകാലം എന്താണ്? കാലമനുസരിച്ച്. യഥാകാലം കാലമനുസരിച്ച്. അടുത്ത അനുചിതം. അനുചിതം വരുമ്പോൾ എങ്ങനെയാ? ഉചിതമല്ലാത്തത്. അനുചിതം ഉചിതമല്ലാത്തത്. അടുത്തത് അനുപദം. അനുപദം പദം തോറും. അനുപദം
പദം തോറും. അനുയോജ്യം എങ്ങനെയാ വിഗ്രഹിച്ചെഴുതുക? യോജിച്ചതുപോലെ. അനുയോജ്യം യോജിച്ചതുപോലെ. അടുത്തത് പടിവാതിൽ. പടിവാതിൽ വിഗ്രഹിച്ചെഴുതുമ്പോൾ വാതിലിന്റെ പടി. വാതിലിന്റെ പടിയാണ് പടിവാതിൽ. സഹാസം. സഹാസം എന്താ? ഹാസത്തോടു കൂടി. ഹാസത്തോടു കൂടി എന്നാണ് വിഗ്രഹിച്ചെഴുതുന്നത്. പ്രത്യക്ഷം. പ്രത്യക്ഷം. പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്താ? കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നതാണ് പ്രത്യക്ഷത്തിൽ. അപ്പൊ അക്ഷിക്കു നേരെ എന്നാണ് വരിക. അക്ഷി എന്താ? കണ്ണാണ്. അപ്പൊ പ്രത്യക്ഷം എന്ന അക്ഷിക്കു നേരെ എന്നാണ് വരിക. അടുത്ത സസ്നേഹം. സസ്നേഹം സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി. സ്നേഹത്തോടെ. സദയം ദയയോടെ. സദയം ദയയോടെ. സവിനയം. സവിനയം വിനയത്തോടെ. സവിനയം വിനയത്തോടെ. സസ്നേഹം സ്നേഹത്തോടെ. സദയം എന്താണ്? ദയയോടെ. സവിനയം എന്താണ്? വിനയത്തോടെ. ഓക്കെ അല്ലേ? അപ്പോൾ പ്രതി, യഥ, അനു, തഥ എന്നിവ വന്നാൽ ഏതായിരിക്കും? തോറും, പോലെ, കൂടി, അനുസരിച്ച് ഇതെല്ലാം ആയിരിക്കും. അതുപോലെ സാ ഇതിനു മുമ്പിൽ ആദ്യത്തെ അക്ഷരം എന്താണ്? സാ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എടുത്തെഴുതുക? സ്നേഹത്തോടെ, ഓടെ, ദയയോടെ, വിനയത്തോടെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. അടുത്ത ദിഗ്ഗുസമാസം. ദിഗ്ഗുസമാസം എന്താണ്? പൂർവോത്തര പദങ്ങളിൽ പൂർവപദം എണ്ണൽ സംഖ്യയായി വരുന്ന സമാസമാണ് ദിഗ്ഗുസമാസം. അതായത് പൂർവോത്തര പദങ്ങളിൽ പൂർവപദം ആദ്യത്തെ പദം എണ്ണൽ സംഖ്യയായി ഒരു സംഖ്യാവാചികയായി വരുന്ന സമാസമാണ് ദിഗ്ഗുസമാസം. ഉദാഹരണം ഏകദിനം. ഏകദിനം എന്നതിൽ ഏക എന്താണ്? ഒന്ന് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഏകം ഒന്നാണ്. അപ്പോൾ ഇത് എണ്ണൽ സംഖ്യയല്ലേ? ഏകദിനം എന്നത് വിഗ്രഹിച്ചെഴുതുമ്പോൾ ഒരു ദിനം. ഒരു ദിനം. ഏകം എന്ന് വെച്ചാൽ ഒന്ന് എന്നാണ്. അപ്പോൾ ഒരു ദിനം. അടുത്ത് ദ്വിഭാഷ. ദ്വിഭാഷ. ദ്വി എന്ന് വെച്ചാൽ എന്താ? രണ്ടാണ്. രണ്ട് ഭാഷയാണ് അപ്പോൾ വരിക. രണ്ട് ഭാഷ. അടുത്തത് ഇരുവശം. ഇരു എന്നാൽ എന്താണ്? രണ്ടാണ്. അപ്പൊ വിഗ്രഹിച്ചെഴുതുമ്പോൾ രണ്ട് വശം എന്നാണ് വരുന്നത്. ഇരുവശം, രണ്ട് വശം. ത്രിവർണം. ത്രിവർണം എന്താണ്? മൂന്ന് വർണ്ണം. ത്രീ എന്നാൽ എന്താ? മൂന്ന്. അപ്പൊ ത്രിവർണം, മൂന്ന് വർണ്ണം. അടുത്തത് മുക്കണ്ണ്. മുക്കണ്ണ് മൂന്ന് കണ്ണ്. വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? മൂന്ന് കണ്ണ്. ത്രിമൂർത്തി. ത്രിമൂർത്തി എങ്ങനെയാ? മൂന്ന് മൂർത്തിയാണ്. മൂന്ന് മൂർത്തി. അടുത്തത് ത്രികാലം. ത്രികാലം നമുക്കറിയാം ത്രീ എന്താണ്? മൂന്നാണ്. അപ്പോൾ മൂന്ന് കാലം. മൂന്ന് കാലമാണ് എടുത്തെഴുതുമ്പോൾ വരുന്നത്. ത്രിദോഷങ്ങൾ. ത്രിദോഷങ്ങൾ എങ്ങനെ വിഗ്രഹിച്ചെഴുതുന്നത്? മൂന്ന് ദോഷങ്ങൾ. ത്രിദോഷങ്ങൾ, മൂന്ന് ദോഷങ്ങൾ. അടുത്തത് നാൻമുഖം. നാൻമുഖം നാല് മുഖം. നാൻമുഖം നാല് മുഖം. പഞ്ചശരം. പഞ്ച എന്ന് വെച്ചാൽ അഞ്ച് അല്ലെ? അപ്പൊ പഞ്ചശരം എന്താണ്? അഞ്ച് ശരം. പഞ്ചശരം അഞ്ച് ശരം. അടുത്തത് പഞ്ചബാണം. പഞ്ചബാണം അഞ്ച് ബാണം. ഷഡ്പദം. ഷഡ് എന്ന് വെച്ചാൽ ആറാണ്. അപ്പൊ ഷഡ്പദം എന്താണ്? ആറ് പദമാണ്. അടുത്ത ഷഡ്കാലം. ഷഡ്കാലം ആറ് കാലം. സപ്തവർണ്ണങ്ങൾ എന്താണ്? ഏഴ് വർണ്ണങ്ങളാണ്. സപ്തസ്വരം എന്താണ്? ഏഴ് സ്വരമാണ്. സപ്ത എന്താണ്? ഏഴാണ്. അടുത്തത് അഷ്ടദിക്ക്. അഷ്ടദിക്ക് എട്ട് ദിക്ക്. അഷ്ടം എട്ട്. അഷ്ടദിക്ക് എട്ട് ദിക്ക്. അടുത്തത് അഷ്ടധാതുക്കൾ. അഷ്ടധാതുക്കൾ എട്ട് ധാതുക്കൾ. അഷ്ടധാതുക്കൾ എട്ട് ധാതുക്കൾ. നവരസം എന്താണ്? നവരസം ഒൻപത് രസം. നമുക്കറിയാം നവ ഒൻപത്. ഒൻപത് രസമാണ് നവരസം. അടുത്തത് ദശപുഷ്പം. ദശപുഷ്പം 10 പുഷ്പമാണ്. ദശപുഷ്പം 10 പുഷ്പം. ദശം എന്താണ്? 10. ശതം 100. സഹസ്രം എന്താണ്? 1000 അടുത്തത് ദശാവതാരം. ദശാവതാരം എന്താണ്? 10 അവതാരം. ദശാവതാരം 10 അവതാരം. ഇങ്ങനെ പൂർവപദം സംഖ്യാവാചികയായി വരുന്ന സമാസമാണ് ഏത്? ദിഗ്ഗു സമാസം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? കർമ്മധാരയൻ സമാസം, അതുപോലെ അവ്യയഭാവൻ സമാസം, ദിഗ്ഗു സമാസമാണ് ഇന്ന് പഠിച്ചെടുത്തത്. എന്താണ് കർമ്മധാരയൻ സമാസം? പൂർവപദം വിശേഷണമായി വരുന്ന സമാസമാണ് കർമ്മധാരയൻ സമാസം. ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നു. അതുപോലെ സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന രണ്ട് സമാസങ്ങളാണ് അവ്യയഭാവൻ സമാസവും ദിഗ്ഗു സമാസവും. അവ്യയഭാവൻ സമാസം എന്താണ്? വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങളിൽ പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയഭാവൻ സമാസം.
അല്ലെ? പ്രതി, യഥ, അനു, തഥ എന്നിവയൊക്കെ എന്താണ്? അവ്യയഭാവ സമാസത്തിലുള്ളതാണ്. അതുപോലെ ദിഗു സമാസം എന്താണ്? പൂർവ്വപദം സംഖ്യാവാചികയായി വരുന്ന സമാസമാണ് ദിഗു സമാസം. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചെടുത്തത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അടുത്ത ക്ലാസ്സിൽ ഇനി ഇതിന്റെ എല്ലാം ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ സമാസത്തെ കുറിച്ചെല്ലാം പഠിച്ചെടുത്തു. അപ്പൊ ഘടകപദം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറെ ഉദാഹരണങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി.